എല്ലാവരെയും വിസ്മയപ്പെടുത്തുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ഷണിക്കുകയാണ്. റോവൽ. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ സാംസനുമുണ്ട്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിലെന്നാണ്. റോവലിന് മഴയോട് അഗാധമായ പ്രണയമാണ്. മഴയുടെ ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് വീഴാതെ പാഴായി പോകുന്നത് റോവലിന് വലിയ ഹൃദയനൊമ്പരം ഉണർത്തുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മഴവെള്ളത്തെ നന്നായി കൊയ്തെടുക്കാൻ റോവൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ആ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ സാംസണും അവിചാരിതമായി റോവലിനൊപ്പം കൂടി. ആ കാഴ്ചകൾ കാണാം. കെട്ടിടങ്ങൾക്ക് മുകളിൽ വീഴുന്ന മഴവെള്ളം മുറ്റത്ത് വിരിച്ച പേയ്മെന്റ് ടൈലുകൾക്ക് മുകളിലൂടെ വെറുതെ ഒഴുകി നഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന ചിന്ത അങ്കമാലി സ്വദേശിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റോവലിന്റെ ശിരസിലുദിച്ചത്. ഈ വെള്ളം കോൺക്രീറ്റ് ടൈലുകൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഇടയായാൽ ഭാവിയിലെ ജലദൗർലഭ്യത്തിന് വലിയൊരളവിൽ പരിഹാരമാകുമെന്നും റോവൽ നിരീക്ഷിച്ചു. റോവലിന്റെ ഈ ആശയം ഫെഡറേഷൻ ഓഫ് ഓർഗനൈസേഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്ന സംഘടനയിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ DJ സാംസൺ, ഡോക്ടർ സീതാരാമൻ, ഡോക്ടർ നന്ദേശ്വർ, ഡോക്ടർ ലക്ഷ്മി നാരായണൻ എന്നിവരുമായി പങ്കുവയ്ക്കുകയും കൂട്ടായ ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി റെയിൻ വാട്ടർ റീചാർജ് കിറ്റിന് രൂപം നൽകപ്പെട്ടു. സർക്കുലേഷൻ ടാങ്ക്, ക്യാപ്പ്, PVC പൈപ്പ്, ഫ്ലെക്സിബിൾ ഹോസ് എന്നിവ ഉപയോഗിച്ച് ഫലപ്രദമായി മഴവെള്ളം ഭൂമിക്കടിയിലെത്തിക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. റോവൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഡീപ്പോൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്കമാലി. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇത്രയും. കൂട്ടുകാരൊക്കെ എന്തു പറഞ്ഞു? കൂട്ടുകാരെ അഭിനന്ദിച്ചു. അധ്യാപകരും സ്കൂളിൽ ഇങ്ങനൊരു സംവിധാനം പ്രവർത്തിപ്പിക്കാൻ കഴിയും? പറ്റും. അവരങ്ങനെ ആവശ്യപ്പെട്ടു. ഇനി ചെയ്തു കൊടുക്കണം. പഠിക്കുന്നതിനിടയിലൊക്കെ ഇതിന് സമയം കിട്ടും? കിട്ടും. എങ്ങനെയാണ് ഈ ഡോക്ടർ സാംസനെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ അടുത്തുള്ളതാണ്. അങ്ങനെയാണ്. സാംസൺ അങ്കിളിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പിന്നെ തുടർന്ന് ഇതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതെ. ഈ ചെറുപ്രായത്തിൽ ഇത്ര വലിയ ഒരു നല്ല ആശയം ഉദിച്ചു വന്നതിന് അഭിനന്ദനങ്ങൾ. പുറത്ത് മഴ തകർത്ത് പെയ്യുമ്പോഴും കുടിവെള്ളത്തിനായി പായുകയും സർക്കാർ സംവിധാനങ്ങളെ പഴിചാരുകയും ചെയ്യുന്ന മലയാളികളുടെ ദൃശ്യമാണ് നാം കൂടുതലും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും കാണാറ്. അപ്പം ജലം അമൂല്യമാണ് എന്ന തിരിച്ചറിവാണ് റോവലിനെ ഇവിടം വരെ എത്തിച്ചത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ വീഴുന്ന വെള്ളം റോഡ് മുറ്റത്ത് ടൈൽ പാകി അവിടെ നിന്ന് ടാറിട്ട റോഡുകളിലേക്ക് ഒഴുക്കി അവിടെ നിന്ന് വളരെ വേഗം കടലിൽ എത്തിക്കുന്ന സംവിധാനം ഒരുക്കുകയാണ് ഇന്ന് ഓരോ മനുഷ്യനും സർക്കാരും എല്ലാവരും ചേർന്ന് ഈ കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നാളെ കുടിക്കാൻ വെള്ളം ഉണ്ടാകില്ല എന്ന ചിന്ത ഒരു മനുഷ്യനെ പോലും അലട്ടുന്നത് ഞാൻ ഇന്നുവരെ കണ്ടുമുട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ റോവലിനെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു ഈ ഒരു പരിശ്രമത്തിന് ആയിട്ട്. പല മാർഗങ്ങളുണ്ട് നമുക്ക് വെള്ളം ഭൂമിയിലേക്ക് ആർന്ന് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ട്. ഭൂമിയാണ് ഏറ്റവും വലിയ ടാങ്ക് എന്ന തിരിച്ചറിവും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പിടിച്ചു വയ്ക്കാനാണ് നമ്മൾ മഴക്കൊയ്ത്ത് എന്ന് പറയുമ്പോൾ ടാങ്കുകളിൽ പിടിച്ചു വയ്ക്കാനാണ് നമുക്ക് വ്യഗ്രത കൂടുതൽ. പക്ഷെ അതല്ല, ഭൂമിയിലേക്ക് ഇറക്കുകയാണ് ഏറ്റവും നല്ല മാർഗം എന്ന തിരിച്ചറിവിനും റോവലിനെയും റോവലിനെ സഹായിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ടീമിനെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കൂടുതൽ ഇതിലേക്കുള്ള പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി മറ്റു മാർഗങ്ങളും ഇതിലേക്ക് കണ്ണിനിമ്പമാകുന്നതും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഇന്ന് ചേർന്നു പോകുന്നതുമായ മാർഗങ്ങളിലേക്ക് കൂടി ശ്രദ്ധ പതിപ്പിക്കണമെന്നും പ്രചാരണ പരിപാടികളിലേക്ക് ശ്രദ്ധ ഊന്നണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും അഭിനന്ദനങ്ങൾ. നന്ദി. അതിൽ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന ചിത്രം ആ ഭാഗം വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുകയാണ് അത് ഭൂമിയിലേക്ക് എങ്ങനെ ഈ ടൈൽസ് പാകിയ മനോഹരമാക്കിയ മുറ്റത്തുനിന്ന് ഒഴുകിപ്പോകുന്നത് ഭൂമിയിലേക്ക് കടത്തിവിട്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു ഈ കുറിപ്പിൽ. അതുണ്ട് എനിക്ക് രണ്ടുപേരിൽ നിന്നും ചോദിക്കാൻ, ഞങ്ങൾക്ക് മാത്രമല്ല ജൂറിക്കല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് അറിയാനുള്ള കാര്യം എന്തായിരുന്നു ഇതിനുശേഷം ഉണ്ടായ മാറ്റം? ഇത് ഈ ഇരിക്കുന്ന യൂണിറ്റ് ആസ് ഇറ്റ് ഈസ് നമ്മൾ ടൈല് വെക്കുന്നതിന് മുമ്പിൽ കുഴിച്ചിടുവാണ്. 1 മീറ്റർ താഴ്ചയിൽ കുഴിച്ചിടുവാണ്. ഈ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് 1 ഇഞ്ച് മാത്രം, ഈ ടൈൽസിൻ്റെ മേളിൽ 1 ഇഞ്ച് മാത്രമേ ഈ പൈപ്പ് ഉണ്ടാവുള്ളൂ. ഇത് മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഒരു കപ്പ് വെച്ച് കവർ ചെയ്യും. ഒന്നും കാണാൻ പറ്റില്ല, പുറത്തൊന്നും കാണാൻ പറ്റില്ല. അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും ഈ റൂഫ് വാട്ടർ നമ്മൾ വീണ്ടും ആ പൈപ്പ് ലിഡ് ലിഫ്റ്റ് ചെയ്തിട്ട് വിടും. അപ്പോൾ നോർമലി ഇപ്പോൾ കുറച്ചും കൂടെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ വലിയ ഇത് റൂഫ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി നമുക്ക് പെട്ടെന്ന് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2-3 വർഷം എങ്കിലും നമ്മളത് ശ്രദ്ധിച്ചെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എന്തോരം റൂഫ് വാട്ടർ നമുക്ക് കിട്ടും, എന്തോരം കനത്ത മഴ കിട്ടും. ഇപ്പം നോർമലി ഇത് ഈ യൂണിറ്റ് കൊണ്ടൊന്നും ആവില്ല. ഈ ഒരു 10 എണ്ണമെങ്കിലും ഒരു വീടിന് ചുറ്റും കുഴിച്ച് വെച്ചെങ്കിൽ ഇത്തരം അത് കുറച്ചും കൂടെ ഒരു ബിഗർ സൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ പറ്റും. ഭൂമിയിലേക്ക് വെറും പൈപ്പ് ഇറക്കി വെച്ചാൽ വെള്ളം പെട്ടെന്ന് ആഴ്ന്നിറങ്ങില്ലോ, പുറത്തേക്ക് വരുമല്ലോ. മറിച്ച് അവിടെ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സംവിധാനം ഉണ്ടാക്കുമോ? എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം, അതിന്റെ അനുഭവം അടുത്ത വർഷം കിണറ്റിൽ വെള്ളം കാണുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായോ എന്നുള്ളതാണ്. ഇതൊരു പെർക്കലേഷൻ ടാങ്ക് ഇപ്പം തന്നെ കണ്ടില്ലേ, അതാ എൻ്റെ അകത്തുള്ള ടാങ്കാണ്. അതൊരു സ്റ്റോറേജ് ടാങ്കാണ്. അവിടേക്കായി വെള്ളം ചെല്ലണം. അവിടെ നിന്ന് ഈ ഹോൾസ് വഴിയാണ് ഇത് സ്പ്രേ. ഇതെന്ത് ഐഡിയ എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത് അതൊരു ട്രേ വെച്ചിട്ട്, ഓപ്പൺ എയറിലൊരു ട്രേ വെച്ചിട്ട് ഈ യൂണിറ്റ് അടിയിലോട്ട് വെക്കുന്നുണ്ട്. അത് എത്ര വെള്ളം ആ ഭാഗത്ത് മലയാറ്റൂർ ഞങ്ങളൊരു ഡ്രോട്ട് പ്രോൺ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ഈ 2 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട്. വെള്ളം അതിനകത്ത് കടത്തി വിടുന്നുണ്ട്. ആ ഭാഗത്ത് കിണറുകളിൽ ലോറിയിൽ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കിണറുകളിൽ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. അത് വളരെ സക്സസ് ആണ്, ഒരു സംശയം വേണ്ട. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരുവിധം നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മുടെ ഈ ഒരുപാട് പറമ്പുള്ള ആളിൻ്റെ വീട് ചുറ്റും തന്നെയല്ല, ടൗണിൽ എല്ലായിടവും 4 സെൻറ്റ് 3 സെൻറ്റ് ഉള്ളവരൊക്കെ ടൈലിട്ട് പാക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് പോകില്ല. പക്ഷേ ഈ സിസ്റ്റം, ഈ പെർക്കുലേഷൻ ടാങ്ക് അകത്തോട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇരുന്നു, അതൊരു പെർമനൻ്റ്ലി ഫിക്സ് ചെയ്ത് അവിടെ കിടക്കുവാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല വീടുകളിലും ചെയ്തിട്ടുണ്ട്. അതിനുള്ള വേറൊരു മെച്ച അഡ്വാൻറ്റേജ്, വലിയ ഭയങ്കരമായിട്ടല്ലെങ്കിലും ഫ്ലഡ് റേറ്റ് കുറയും. എത്ര രൂപ ചിലവാകും? ഒരു 250 റുപ്പി. എത്ര സെന്റിലേക്ക് അത് സപ്ലൈ ചെയ്യാം? സെൻറ്റ് അത് മനസ്സിലായില്ല. അങ്ങനല്ല, ഒരു ഒരേക്കർ ഭൂമിയുണ്ട്, എത്ര സിസ്റ്റം വെക്കേണ്ടി വരും? ഇത് ഏക്കർ ഭൂമിയിൽ വെക്കണമല്ല, നമ്മൾ ടൈൽസും കോൺക്രീറ്റിൻ്റെ അടിയിൽ മാത്രം റൂഫ് വാട്ടർ വഴി ദൂരെ പോകാണ്ട് റൂഫ് വാട്ടർ ഇതിൻ്റെ അടിയിലോട്ട് വെക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. അത്രേ. അല്ലാതെ ട്രേ ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ പ്രോജക്റ്റിൽ വർക്കൗട്ട് ചെയ്താണ്. അതാണ് ഒരു ട്രേ ഉപയോഗിച്ചിട്ട് ഈ ഓപ്പൺ എയറിൽ വരണ വെള്ളം സ്റ്റോർ അതങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ധാരാളം വെള്ളം കിട്ടുന്നുണ്ട്. റീചാർജ് ചെയ്യപ്പെടണം എന്നുള്ള ഐഡിയക്കാണ് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ വിവിധ മോഡലുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് നമുക്ക് തന്നെ വികസിപ്പിച്ചെടുക്കാം. ഈ ഐഡിയക്കാണ് നമ്മൾ ആ കുട്ടിക്ക് അഭിനന്ദനം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും റോവലിനും സാംസണും ഇറ്റ് ഈസ് ഓൺലി ഹിസ് ഐഡിയ ആൻഡ് വി ഹാവ് ജസ്റ്റ് ഹെൽപ് ഹിം ടു ഇംപ്ലിമെന്റ്. അതെ, ഇതിനുള്ള ഒരു ഇമ്പോർട്ടൻസ്, അത് കുറച്ച് ഈ ടാങ്ക് തന്നെ നമ്മൾ മദ്രാസിലെ ഒരു കൂട്ടരെ ഡിസൈൻ ചെയ്തേക്കണേ. അതിൻ്റെ അടിഭാഗത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കിട്ടത്തക്ക വിധത്തിൽ, വെള്ളം മേളിലോട്ട് വരുമ്പോൾ അടിഭാഗത്ത് കൂടുതൽ പ്രഷർ വരത്തക്ക വിധത്തിൽ ആ ടാങ്ക് ഡിസൈൻ ചെയ്തേക്കണേ. അപ്പം പെർക്കുലേഷൻ സ്പീഡിയാവും. ഇത് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഒരു 4-5 വീടുകളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. റോവൽ, നാളെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ആരെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഉണ്ട്. ഉണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാനും കഴിയും. എന്തായാലും റോവലിൻ്റെയും സാംസണിൻ്റെയും ഈ കൂട്ടുകെട്ട് വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി. കൊമ്പൻ ചെല്ലി, തെങ്ങ് കർഷകരുടെ എക്കാലത്തെയും പേടി സ്വപ്നം. കറുത്ത നിറമുള്ള ഈ വണ്ടിനെ തുരത്താൻ ഇതാ പുതിയൊരു ജൈവ കീടനാശിനി. ഈ കീടനാശിനി വികസിപ്പിച്ചെടുത്തത് ആലപ്പുഴ സ്വദേശി ശ്രീ ശാന്തപ്പനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശാന്തപ്പനെ. കൊമ്പൻ ചെല്ലിയെ മാത്രമല്ല, മറ്റ് തെങ്ങിൻ്റെ കീടങ്ങളെയും തുരത്തുന്ന ഈ കീടനാശിനി പ്രയോഗത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കൊമ്പൻ ചെല്ലിക്കെതിരെ ആലപ്പുഴയിലെ മുഹമ്മ സ്വദേശിയായ ശ്രീ TB ശാന്തപ്പൻ തയ്യാറാക്കിയ ജൈവ കീടനാശിനിയും അതിന്റെ പ്രയോഗരീതിയും ലളിതവും പ്രശംസനീയവുമാണ്. അലക്ക് സോപ്പ്, വേപ്പെണ്ണ, കശുവണ്ടി എണ്ണ, പുന്നയ്ക്ക ഉണക്കിയത് എന്നിവ ഒരു PVC പൈപ്പിൽ നിറച്ച് ഒരു പാക്കറ്റ് ഉപ്പിലേക്ക് ഇറക്കി വെച്ച് തെങ്ങിൻ മുകളിൽ സൂക്ഷിക്കുന്നു. ക്രമേണ ഉപ്പിലേക്ക് ഊറിയിറങ്ങുന്ന PVC പൈപ്പിനുള്ളിലെ അസംസ്കൃത പദാർത്ഥങ്ങൾ രൂക്ഷഗന്ധം പുറപ്പെടുവിക്കുന്നു. ഇത് കൊമ്പൻ ചെല്ലി അടക്കമുള്ള കീടങ്ങളെ തെങ്ങിൽ നിന്ന് അകറ്റുന്നു. ശ്രീ ശാന്തപ്പൻ, ഇത് കീടങ്ങളെ അകറ്റുന്ന അല്ലെങ്കിൽ തുരത്തുന്ന ഒരു വിദ്യയാണ് അല്ലേ? അതെ. ഒരു പ്രാവശ്യം ഈ മരുന്ന് പ്രയോഗിച്ചാൽ എത്ര മാസത്തേക്ക് ഗ്യാരണ്ടി ഉണ്ട്? ആദ്യകാലങ്ങളിൽ ഞാൻ എല്ലാ മാസവും വെച്ച് നോക്കി. പക്ഷെ എല്ലാ മാസവും വെക്കേണ്ടത് പിന്നീട് മനസ്സിലാക്കി. 3 മാസം ഇടവിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. ഇപ്പം ഞാൻ 6 മാസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ചെല്ലി വരുന്നില്ല. അപ്പോൾ ചെല്ലി കുറച്ച് തെങ്ങുകൾക്ക് ഇത് വെച്ചും കുറച്ച് തെങ്ങുകൾക്ക് ഇത് വെക്കാതെ നോക്കി. അപ്പോൾ ഇത് വെക്കാത്ത തെങ്ങുകളിലൊക്കെ ഈ കറുത്ത ചെല്ലി വരുന്നുണ്ട്. ആ കറുത്ത ചെല്ലി വന്ന് കുത്തിയപാട്ടിൽ തന്നെ ചെമ്പൻ ചെല്ലിയും വന്നു മുട്ടയിട്ട് മടലേ വരെ ഈ അതിൻ്റെ. അപ്പോൾ ഒരു 6 മാസത്തേക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന് ശാന്തപ്പൻ ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് തോന്നുന്നു. പാനലിലേക്ക് പോകാം. ഈ മിശ്രിതം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടോ താങ്കൾ? അതെ, ഉണ്ട്. ഉണ്ട്. എത്രയാവും ഒരു മിശ്രിതം? വില ഒരു 10 രൂപയ്ക്ക് താഴെ നിൽക്കത്തുള്ളൂ ഇത്. അപ്പോൾ ഇത് എല്ലാ തെങ്ങിലും വെക്കണം? അതേ ഒരു തോട്ടത്തിൽ? ഇല്ല, ഏറ്റവും മുകളിൽ എല്ലാ തെങ്ങിലും വെക്കണം. എല്ലാ തെങ്ങിലും വെക്കണം. കൂമ്പിൻ്റെ ഏറ്റവും കൂമ്പിൽ വെക്കണം. അപ്പോൾ ഇത് അതിൻ്റെ അകത്ത് വെള്ളം വീണിട്ട് ഇത് ഒലിച്ചിറങ്ങും. എന്നാൽ ഉപ്പിൻ്റെ അകത്ത് വീഴുന്നതുകൊണ്ട് അണ്ട മുഴുക്കോ ഇത് ക്ലീൻ ചെയ്ത് വരും. അത് അണുക്കളൊന്നും ഇടും. 4 മാസത്തിലൊരിക്കൽ വെക്കണം. അപ്പോൾ ഇന്നത്തെ നിലയിൽ ഒരു വലിയ തെങ്ങിൽ കയറണമെങ്കിൽ ഒരാളിന് 30 രൂപ കൊടുക്കണം. അപ്പോൾ 4 തവണ അല്ല 3 തവണ ഇത് കയറണമെങ്കിൽ അതിന് തന്നെ 90 രൂപ ആവില്ല ഇത് കയറാൻ വേണ്ടി മാത്രം. എന്തായാലും തേങ്ങ ഇടാൻ കയറുമ്പോൾ ഇത് ഒരെണ്ണം വെക്കാൻ പറയുക. തേങ്ങ ഇടാൻ പറയുമ്പോൾ ഒന്ന് വെക്കാൻ പറയും. എൻ്റെ എല്ലാം കുറിയനും തെങ്ങാണ്. അത് തേങ്ങ ഇടാൻ കയറണ്ട, അതെല്ലാം താഴത്തു നിന്ന് വെക്കാവുന്നതല്ല. അല്ല, ഞാനതിൻ്റെ പ്രായോഗിക വശമാണ് നോക്കിയത്. ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങാനായിട്ട് എത്ര രൂപയാവും? അത് വെക്കുന്നതിനായിട്ട് 30 രൂപയാവും. അപ്പോൾ 4 മാസത്തിലൊരിക്കൽ ഏതാണ്ട് 60 രൂപ ഒരു തെങ്ങിന് ഈ ചെല്ലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരില്ലേ? 10 രൂപയിലെ സാർ മുടക്കുള്ളൂ. 10 രൂപ അങ്ങേറ്റം കൂടിയ സാർ. എന്നാലും അദ്ദേഹം പറയുന്നത് കൊമ്പൻ ചെല്ലി മാത്രമല്ല പല കീടങ്ങളെയും തുരത്താം. ഞാൻ പറയുന്നത് ഒരു തവണ ഒരു തെങ്ങിന് 4 മാസത്തേക്ക് 40 രൂപ അപ്രൂവ്ഡ് ചാർജ്. അല്ല സാർ, 4 മാസത്തിലൊരിക്കൽ കൊമ്പൻ ചെല്ലി, ഞാനത് വളരെ പ്രായോഗികമായിട്ട് പറയാണ്. 4 മാസത്തിലൊരിക്കൽ കൊമ്പൻ ചെല്ലി അകറ്റാൻ വേണ്ടി ഒരു കൃഷിക്കാരൻ 40 രൂപ 50 രൂപ ചിലവാക്കേണ്ടി വരുന്ന ഒരു ടെക്നോളജി ഇല്ല. ഒരെണ്ണത്തിന് 10 രൂപയ്ക്ക് താഴെ വില നിൽക്കുള്ളൂ. അത് 4 മാസത്തിൽ ഒരിക്കൽ വെച്ചാൽ മതി. അതിൽ കയറാനായിട്ട് 30 രൂപ കൊടുക്കണ്ടേ? അതെന്തായാലും തേങ്ങ ഇടാൻ കയറണമല്ലോ.
ഇപ്പം ഞാൻ ഒന്നുകൂടെ അത് വികസിപ്പിക്കാൻ നോക്കിയാണ്. ഇത് താഴെ നിന്ന് തന്നെ വെക്കാവുന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പൊടി രൂപത്തിലും ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ശരി, അപ്പം ആ നേട്ടം വേഗം നിങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തെങ്ങ് കൃഷിക്കാരുടെ പേരിൽ. സാർ, ഒരു സജഷൻ കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ മുൻപ് ഒരു കർഷകൻ സൂചിപ്പിച്ചു, വളരെ ചെറിയ വിദ്യ കൊണ്ട് തന്നെ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് കീടനാശിനി മുകളിൽ വെക്കാവുന്ന ഒരു സംവിധാനം. ഞാൻ പറഞ്ഞ ആ ഒരു ഇതും കൂടി ഇതിൽ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ഒരു മരുന്ന് കമ്പനിക്കാരെങ്കിലും സഹായിക്കാമെങ്കിൽ ഇത് നമ്മൾ ഈ റബ്ബർ പോലെ രൂപത്തിലാക്കിയിട്ട് ഇത് ഇടാൻ പറ്റുമെന്ന എൻ്റെ വിശ്വാസം. റബ്ബർ പോലത്തെ പെട്ടെന്ന് കണ്ണിലൊക്കെ എഴുതാതിരിക്കുന്ന ഒരു മരുന്നില്ലേ പൊട്ടിച്ചിട്ട്, അതുപോലുള്ള ട്യൂബിലാക്കാമെങ്കിൽ ഈ സാധനം അണ്ടയിലിട്ടാൽ ചെല്ലി വരത്തില്ല, ഒരു ചെല്ലിയും വരത്തില്ല. കറുത്തൊരു കൊമ്പുള്ള ഇതില്ല ഇരട്ടവാലം അതൊന്നും ഉണ്ടാകത്തില്ല. കൊമ്പൻ ചെല്ലിയെ ആക്ച്വലി വിരട്ടി ഓടിക്കാനുള്ള ഒരു വിരട്ടുകണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുന്നക്ക ധാരാളമായിട്ട് കിട്ടുമോ ഇപ്പം മുഹമ്മേലെ? പണ്ട് സുലഭമായിരുന്നു. കായൽ തീരത്തൊക്കെ പുന്നക്കയുണ്ട്, ഇപ്പോഴും പുന്നയുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പം ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ സമയം റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷമാണോ? ഇപ്പം ഞാൻ ആലുവ ഗസ്റ്റ് ഹൗസിലാണ് ജോലി. ഓക്കെ, ഇടയ്ക്ക് അവിടെ 2-3 ദിവസം ജോലി നോക്കും, പിന്നെ വീട്ടിൽ വരും. എല്ലാം കുറിയനും തെങ്ങുകളാണ്. പിന്നെ നാടൻ പശുവുണ്ട്, ഒരു 3 കുളമുണ്ട്, കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. അതിലെ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പുന്നക്കയുടെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കുകയാണ്. പുന്നയൊക്കെ എല്ലാം നശിച്ചു പോവുകയാണ് നമ്മുടെ നാട്ടിൻപുറത്തു നിന്ന്. വളരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഒരു പ്രതിരോധ കെണിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനമാണ് പുന്നക്ക എണ്ണ കൊണ്ട് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. തീർച്ചയായും. എന്തായാലും കേരളം ജൈവ കൃഷിയിലേക്ക് നടക്കുകയാണ്. ആ നടക്കുമ്പോൾ നമുക്ക് തെങ്ങിൻ്റെ കീടനിയന്ത്രണത്തിന് ശ്രീ ശാന്തപ്പൻ്റെ ഈ മാർഗം ഉപകാരപ്രദമാകട്ടെ. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികളുള്ളപ്പോൾ സ്വന്തമായി ഒരു വീട്, കാറ് ഇതൊന്നും സ്വപ്നങ്ങളാവില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യകൃഷിക്ക് 50,000 രൂപ തീറ്റ സബ്സിഡി. ജൈവ വൈവിധ്യ പ്രദർശനം തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യസമൃദ്ധിയുടെ 4ാം വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യകൃഷിക്ക് ഹെക്ടറിന് 50,000 രൂപ തീറ്റ സബ്സിഡി നൽകുന്നു. രോഹു, കട്ല, മൃഗാൽ, സൈപ്രിനസ്, ഗ്രാസ് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളും ആറ്റുകൊഞ്ചിൻ കുഞ്ഞുങ്ങളും മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ വിതരണം ചെയ്യും. പഞ്ചായത്തുകളിലെ മത്സ്യ കർഷക ക്ലബ്ബുകൾക്കും വ്യക്തികൾക്കും മത്സ്യക്കുഞ്ഞുങ്ങൾക്കായി അപേക്ഷിക്കാം. ഇതോടൊപ്പം തീറ്റ സബ്സിഡിയും പുതിയ കർഷകർക്കുള്ള പരിശീലനവും ലഭിക്കും. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ നിന്നും മത്സ്യ കർഷക വികസന ഏജൻസികളിൽ നിന്നും അപേക്ഷകൾ ലഭിക്കും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഫെബ്രുവരി 23 മുതൽ 27 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ ജൈവ വൈവിധ്യ പ്രദർശനം സംഘടിപ്പിക്കുന്നു. പരിസ്ഥിതി, ജൈവ വൈവിധ്യം, കൃഷി, മൃഗസംരക്ഷണം, ഗ്രാമീണ ജീവിതം, വംശീയ വൈദ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഉണ്ടാവും. സ്റ്റാളുകൾക്ക് രജിസ്ട്രേഷൻ ഫീസില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471255335. തിരുവനന്തപുരം ഇടവ കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘം കൂൺ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തുവരുന്നു. കൂടാതെ ഇടവ കൃഷിഭവൻ പരിധിയിൽ പൊക്കം കുറഞ്ഞ ജാപ്പാണൻ, ഗൌളിഗാത്ര എന്നീ തെങ്ങുകളുള്ള കർഷകർ കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവരിൽ നിന്ന് 40 രൂപ നിരക്കിൽ വിത്ത് തേങ്ങ കൃഷിഭവൻ സംഭരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9895922248. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഡിസംബർ 31-ാം തീയതി ചെറുതേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ
9387882778. വെള്ളരിയിൽ കാണുന്ന പഴയ ഈച്ചയുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് തടങ്ങളിൽ ബവേറിയ ലായനി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. മണ്ണിൽ കാണുന്ന പഴയ ഈച്ചയുടെ സമാധി ദശയെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും. 20 ഗ്രാം ബവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയാണ് വെള്ളരിയുടെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തനത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനും വ്യാപനത്തിനുമായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ഓണാട്ടുകര പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത കർഷകർക്ക് കിഴങ്ങ് വർഗ്ഗ കൃഷിയെക്കുറിച്ച് പരിശീലനം നൽകും. നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ നടീൽ വസ്തുക്കൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് സംഭരിച്ച് കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യും. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ചെറുതേനീച്ച വളർത്തലിൽ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9400257798. ജനുവരി 5 മുതൽ 9 വരെ കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റബ്ബർ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗം, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റെയിൻ ഗാർഡിംഗ്, റബ്ബർ പാൽ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 048123511313. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,300 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 14,400 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 13,600 രൂപ, കൊപ്ര കൊച്ചി 8,890 രൂപ, കൊപ്ര കോഴിക്കോട് 9,800 രൂപ, കൊപ്ര തൃശൂർ 9,100 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,000 രൂപ, ഗാർബിൾഡ് 72,000 രൂപ, ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ സേലം 6,900 രൂപ, മഞ്ഞൾ ഈറോഡ് 7,200 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 15,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,400, റബ്ബർ RSS 4 ഗ്രേഡ് 12,800. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,400, റബ്ബർ RSS 4 ഗ്രേഡ് 12,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,300 രൂപ, കൊപ്ര 8,890 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 260-നും ഇടയിൽ. ജാതിക്ക തൊണ്ടില്ലാതെ കിലോഗ്രാമിന് 450-നും 470-നും ഇടയിൽ. ജാതിപത്രി 700-നും 775-നും ഇടയിൽ. ഗ്രാമ്പു 980 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,800 രൂപ, ഒട്ടുപാൽ 8,200 രൂപ, ലാറ്റക്സ് 8,600 രൂപ. ഇനി കമ്പോള അവലോകനം. കുരുമുളക് വില വർദ്ധിച്ചു. വിളവെടുപ്പ് അടുത്ത വേളയിലെ വിലക്കയറ്റം കാർഷിക മേഖലയിൽ ആവേശം ഉളവാക്കി. 500 രൂപ ഉയർന്ന് 72,000 രൂപയിലാണ് ഇന്ന് ഗാർബിൾഡ് കുരുമുളകിന്റെ ഇടപാടുകൾ തുടങ്ങിയത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള അന്വേഷണങ്ങളാണ് നിരക്ക് മെച്ചപ്പെടുത്തിയത്. അതേസമയം പുതുവത്സര ആഘോഷങ്ങൾ മൂലം രാജ്യാന്തര സുഗന്ധ വ്യഞ്ജന വിപണി അവധിയാണ്. വിദേശത്ത് റബ്ബർ വിലയിൽ ഇന്ന് വൻ കുതിപ്പ് അനുഭവപ്പെട്ടെങ്കിലും ആഭ്യന്തര വ്യവസായികൾ ചരക്ക് സംഭരണം കുറച്ചതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വിലയിൽ മാറ്റമില്ല. പല ഭാഗങ്ങളിലും പുലർച്ചെ നിലനിന്ന മഴ ടാപ്പിംഗിന് തടസ്സമുളവാക്കി. 4-ാം ഗ്രേഡ് കിലോ 128 രൂപയിലാണ്. ലേലത്തിനുള്ള ഏലക്ക വരവ് ഗണ്യമായി ചുരുങ്ങിയിട്ടും നിരക്ക് ഉയർന്നില്ല. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിന് 18,090 കിലോ ചരക്ക് മാത്രമാണ് ലേലം കൊണ്ടത്. കയറ്റുമതിക്ക് അനുയോജ്യമായ ചരക്കിന് ലഭിച്ച പരമാവധി വില കിലോയ്ക്ക് 924 രൂപയാണ്. ശരാശരി ഇനം ഏലക്ക 786 രൂപയിൽ കൈമാറി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ സ്റ്റഡിയായി നീങ്ങി. അതേസമയം മലബാർ മേഖലയിൽ കൊപ്ര വിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 35.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 26. കൊച്ചി 32, 26.2. ആലപ്പുഴ 32.2, 26.1. പുനലൂർ 32.6, 22.9. തിരുവനന്തപുരം 32.8, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.